ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിവോ X30 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കണോട് അമർത്തുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.44 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. സോ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത്, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ Exynos 980 എന്ന ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 9 Pie കസ്റ്റമൈസ്ഡ് ഫൺ ടച്ച് OS 10 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് രണ്ട് വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. 8GB RAM ആൻഡ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8GB RAM ആൻഡ് 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും. പിന്നെ എടുത്ത് പറയേണ്ട ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു സെക്ഷനാണ് ക്യാമറ. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 64 മെഗാ പിക്സലിലെ മെയിൻ സെൻസർ ഉണ്ട്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പ് ലെൻസ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് 60x ഡിജിറ്റൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വളരെ മികച്ചൊരു സൂമിങ് ക്യാപ്പബിലിറ്റിയോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. പിന്നെ നമുക്ക് LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേയുടെ ഉള്ളിലാണ് ലഭിക്കുന്നത്. f2.4 ആണ് അപ്പർച്ചർ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 4350 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പിന്നെ 33 വോട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ബ്ലാക്ക്, പീച്ച്, ലൈറ്റ് ബ്ലൂ എന്നീ 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Vivo X30 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും പ്രൈസുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് January 30 ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 40,000 രൂപയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുക. സോ നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.